ഇത് നോക്കിയേ, ഇത് ചരങ്ങി തോന്നുന്നുണ്ട് കേട്ടോ. അതുമ്മേ ഇതുണ്ടായിട്ട് കുറവ് മുടിയൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ പൂവൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്താണെന്നുള്ള അറിയില്ല. പക്ഷേ ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യം കേട്ടോ. നമ്മൾ വീടൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഓടി പോയിട്ട് കുടുംബസ്വത്ത് തരാം അല്ലെങ്കിൽ നിനക്ക് തരാം നീ എടുത്തോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതുമ്മേ ക്യാഷ് ഇറക്കാൻ ശ്രമിക്കരുത്. കാരണം ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധം ആണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേർക്ക് പറ്റിയിട്ടുള്ള അബദ്ധമായിരിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും വീടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ തറവാട് വീടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളതുമ്മേ ഒന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചാണ്. കാരണം അത് എനിക്കറിയായിരുന്നു അത് നമുക്ക് കിട്ടില്ല എന്നുള്ളത്. കാരണം അവിടെ ഉള്ള ഒരാൾ, അതായത് അവിടെ ഉള്ളതാണോ വന്ന ആളാണോ ഒന്നും നമുക്കത് തുറന്നു പറയാൻ പറ്റില്ല. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന ആളിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. പക്ഷേ അങ്ങനെ ഞങ്ങളോട് വീട് വെച്ചോളാൻ പറഞ്ഞൊരു 3.5 സെൻറ്റൊക്കെ ഞങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എഴുതി തന്നിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അതിൽ കുറ്റിയടിച്ചു, അതിനൊരു പ്ലാനൊക്കെ വരച്ചു. അങ്ങനെ കുറേ പൈസയൊക്കെ ചിലവാക്കി. പിന്നെ ഏട്ടൻ നാട്ടിൽ നിന്ന് പോണതിൻ്റെ മുൻപ് പിന്നെ നമുക്ക് എന്തായാലും കയ്യിൽ അത്രയും പൈസ വീട് പണിക്ക് ടോട്ടലുള്ള പൈസ ഇല്ല. അപ്പം എൻ്റെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. കിട്ടിയതാകെ 10 പവനായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ. പിന്നെ മോനെ പ്രസവിച്ച് വരുമ്പോൾ 2 പവൻ്റെ ആഭരണം അവിടെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവന് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി അങ്ങനെ ഒരു 10-14 പവൻ്റെ ആഭരണങ്ങൾ എൻ്റേതായിട്ടും പിന്നെ ബാക്കിയൊക്കെ എൻ്റെ ഏട്ടെടുത്ത് തന്നിട്ടുള്ള കുറച്ച് ആഭരണം കേട്ടോ. കാരണം ഞാൻ പൈസ ആയിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടാവില്ല വിചാരിച്ച് കുറച്ച് അതിന് സ്വർണ്ണമൊക്കെ വാങ്ങിക്കായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഒരു 19 പവൻ്റെ ആഭരണം ഞങ്ങൾ വേഗം വിറ്റു ഏട്ടൻ പോണതിൻ്റെ മുൻപ് കേട്ടോ. അങ്ങനെ ഞങ്ങളോട് ആദ്യം വീട് വെച്ചോളാൻ പറഞ്ഞ സ്ഥലത്ത് പിന്നെ ഞങ്ങളോട് പറഞ്ഞു, അവിടെ നിങ്ങൾ വീട് വെച്ചാൽ അവരുടെ നേരെ മൂത്ത ആൾക്ക് പെരുമാറാൻ സ്ഥലം ഉണ്ടാവില്ല, അപ്പോൾ തറവാട് ശരിയാക്കിക്കോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പൈസയൊക്കെ അതിൽ നിന്ന് കിട്ടിയത് അന്ന് 640 കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഞങ്ങൾ 3.5 ലക്ഷത്തോളം എടുത്തിട്ട് വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് അടുപ്പ് കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി പുതിയതാക്കി എല്ലാ കാര്യങ്ങളും 3.5 ലക്ഷത്തോളം ഞങ്ങൾക്ക് അവിടെ ചിലവാണ് കേട്ടോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഗൾഫിൽ പോയപ്പോഴേക്കും എന്നോടും കുട്ടികളോടും അവിടെ നിന്ന് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. ഞാൻ ആദ്യം വീട്ടിലായിരുന്നു നിന്നിരുന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ മോനെ ഇവിടെ ചേർക്കാമെന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് കേട്ടോ. അപ്പം ഇന്നത്തെ കാലത്ത് ആ ആഭരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വില കിട്ടുമെന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അങ്ങനെ ആഭരണവും പോയി, വീടെന്നുള്ള ഞങ്ങളെ സ്വപ്നവും പോയി. ഇപ്പം ഞങ്ങൾ വാടകയ്ക്കാണ് നിൽക്കുന്നത്. ഞാൻ എന്ത് പ്രശ്നങ്ങൾ പിന്നെ വന്നാലും വീണ്ടും അവിടേക്ക് കയറി ചെന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വീട് എന്നുള്ള സ്വപ്നമൊന്നും ഇപ്പം ഇല്ലായിട്ടല്ല, ഇനി ഞങ്ങൾക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. ഞങ്ങളെ കുറേ വേറെ കുറിയുടെ പൈസ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ സമയത്ത് എടുത്തിട്ട് അങ്ങനെ ലാവിഷായിട്ടാണ് ചിലവാക്കി കേട്ടോ. ബാക്കി പൈസ പിന്നെ നമുക്കറിയില്ല, പൈസ ഇട്ടിരുന്നാൽ അതങ്ങനെ പോവും. അപ്പോൾ ആരും ഈ അബദ്ധം ചെയ്യരുത്. ഇങ്ങനെ അബദ്ധം പറ്റിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.